ഹായ് ഓൾ. അപ്പോൾ നമ്മൾ IMS എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ 2020 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് 2018 ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ 2018 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജനറൽ നോളജ് ഇല്ലല്ലോ. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ഏതാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ ഡയാസപ്പാമാണ് കൊടുക്കുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ഫാർമസി ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ഫാർമസി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1945 1945 ഫാർമസി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ. ഏതാണ്? മംസ്, മരാസ്മസ് ആണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് മരാസ്മസ്. അടുത്തത് ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രസൻറ്റ് ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ ഇൻ നോർമൽ സിറം. കുറച്ച് മാത്രം കാണുന്നതാണ് IgE ആയിരിക്കും. IgE ആണ് ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നത്. അടുത്ത ദ കണ്ടീഷൻ ഇൻ വിച്ച് WBC സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ദാൻ ദ റെഫറൻസ് റേഞ്ച്. WBC നല്ലോണം കുറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ല്യൂക്കോപീനിയ എന്നാണ് പറയുന്നത്. ല്യൂക്കോപീനിയ. അടുത്ത ദ സയൻസ് ഡീൽസ് വിത്ത് ദ ഇൻട്രാക്ഷൻ ഓഫ് എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് കെമിക്കൽസ്. അപ്പോൾ അതിനെ നമ്മളെന്താണ് സയൻസാണ്, ഇൻട്രാക്ഷനാണ് എക്സോജീനിയസ്ലി അഡ്മിനിസ്റ്റേർഡ് കെമിക്കൽ മോളിക്യൂൾ വിത്ത് ലിവിങ് സിസ്റ്റം. അതിനെ നമ്മൾ ഫാർമക്കോളജി എന്ന് പറയും. അടുത്ത അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫാർമക്കോപ്പിയ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്പാരിംഗ്ലി സോല്യൂബിൾ അറ്റ് 20 to 30 ഡിഗ്രി മീൻസ് സോൾവെൻറ്റ് ഇൻ ml/gram ഈസ്. അപ്പോൾ സ്പാരിംഗ്ലി സോല്യൂബിൾ എന്ന് പറഞ്ഞാൽ ഫ്രം 30 to 100 ആണ് സ്പാരിംഗ്ലി സോല്യൂബിൾ. അടുത്ത ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബീൽ ഫ്രൂട്ട്. അത് ഏതാണ്? ബീൽ ഫ്രൂട്ട് ഓപ്ഷൻ എ ആണ്. മാർമലോസിനാണ് ബീൽ ഫ്രൂട്ടിൽ കാണുന്നത്. അടുത്ത ഡോപ്പാമിൻ അഗോണിസ്റ്റ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പാർക്കിൻസോണിസം. ഏതാണ്? ബ്രോമോക്രിപ്റ്റിൻ ആണ് ഡോപ്പാമിൻ അഗോണിസ്റ്റ് ആയിട്ട് പാർക്കിൻസോണിസത്തിന്. അടുത്ത് വിസ്കസ് ലിക്വിഡ് പ്രിപ്പറേഷൻ യൂസ്ഡ് ഓറലി ഫോർ ദ റിലീഫ് ഓഫ് കഫ്. ഏതാണ്? ലിങ്ക്റ്റസ് ആണ്. റിലീഫ് ഓഫ് കഫ് വിസ്കസ് ലിക്വിഡ് പ്രിപ്പറേഷൻസ്. അടുത്ത് ഷെഡ്യൂൾ Y ഓഫ് DNC ആക്ട് 1945 ഡീൽസ് വിത്ത്. ഏതാണ്? ക്ലിനിക്കൽ ട്രയലിനെ പറ്റിയാണ് അത് പറയുന്നത്. അടുത്ത പെർമനൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. പെർമനൻറ്റ് ഏതാണ്? നോൺ സ്കാൽപ്പൽ വാസക്ടമി. അത് ഒരു പെർമനൻറ്റ് മെത്തേഡാണ്. അടുത്ത എൻ അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് പ്ലാസ്മ ഫോംഡ് ബൈ ദ കോറോയിഡ് പ്ലക്സസ്. ഏതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് അൾട്രാ ഫിൽട്രേറ്റ്. അടുത്ത ഇറിറ്റൻ്റ് ഡ്രഗ് ആർ നോട്ട് ഗിവൺ ബൈ. ഏതിൽ കൂടെ കൊടുക്കാൻ പാടില്ല? സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഇറിറ്റൻ്റ് ഡ്രഗ് കൊടുക്കാൻ പാടില്ല. അടുത്ത അലോങ് വിത്ത് ബെൻസോയിക് ആസിഡ് വൈറ്റ് ഫീൽഡ് ഓയിൽമെൻറ്റ് കണ്ടെയ്ൻ. ഏതാണുള്ളത്? 3% സാലിസിലിക് ആസിഡാണ് ബെൻസോയിക് ആസിഡിൻ്റെ വൈറ്റ് ഫീൽഡ് ഓയിൻമെൻറ്റ്സിലുള്ള 3% സാലിസിലിക് ആസിഡ്. അടുത്ത വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് സ്റ്റോർഡ് ഇൻ ലൈറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നറിൽ. ഏതാണ്? അഡ്രീനാലിൻ നമ്മൾ ലൈറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നറിൽ വെക്കും. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് പ്രൊപ്രനലോൾ. അത് ലാക്റ്റിക് അസിഡോസിസ് പ്രൊപ്രനലോളിൻ്റെ അല്ല. ബാക്കി ഡിപ്രഷൻ, ബ്രോങ്കോസ്പാസം, ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഇതിൻ്റെയാണ് പ്രൊപ്രനലോളിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. അടുത്ത വാട്ടർ സോല്യൂബിൾ പോർഷൻ ഓഫ് ട്രഗാകാന്ത്. ഇതാണ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രഗാകാന്തിൻ. ഓക്കെ, അതാണ് വാട്ടർ സോല്യൂബിൾ. അടുത്ത വിച്ച് എമോങ് ദ ഫോളോയിങ് ഡു നോട്ട് ഹാവ് ആൻ ആക്റ്റീവ് മെറ്റാബോളൈറ്റ്. നിയോസ്റ്റിഗ്മിന് ആക്റ്റീവ് മെറ്റാബോളൈറ്റ് ഇല്ല, പക്ഷേ മോർഫിനും ഡയാസെപ്റ്റമിനും ഡിജിറ്റോക്സിനും ഒക്കെ ആക്റ്റീവ് മെറ്റാബോളൈറ്റ് ഉണ്ട്. അടുത്ത ഫിൽട്രേഷൻ അനസ്തേഷ്യ ടു പ്രൊലോങ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. പ്രൊക്കൈൻ ഈസ് മിക്സ്ഡ്. ഏതിനായിട്ട് പ്രൊക്കൈൻ മിക്സ് ചെയ്യുന്നത്? അഡ്രീനാലുമായിട്ടാണ് പ്രൊക്കൈൻ മിക്സ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.